ഡിയർ സ്റ്റുഡൻസ്, KTU BTech ലെറ്റ് 2025 റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തു. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ആദ്യ 10-ൽ 9 പേരും ഇന്നോവേഷൻസിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്. KTU BTech ലെറ്റ് 2025-ൽ ഓൾ കേരള ഫസ്റ്റ് റാങ്ക് വാങ്ങിയത് ആദിൽ അഷ്റഫ് കാലിക്കറ്റ് ഇന്നോവേഷൻസിൽ ഓഫ്ലൈൻ ആയിട്ട് പഠിച്ച സ്റ്റുഡന്റ് ആണ്. ആദിൽ അഷ്റഫിന്റെ ബ്രാഞ്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ആദിൽ അഷ്റഫ് പഠിച്ച പോളിടെക്നിക് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ KGPTC കേരള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്. ആദിൽ അഷ്റഫ് പോളി ഫൈനൽ ഇയർ പഠിക്കുന്നതിന്റെ കൂടെ തന്നെയാണ് ഇന്നോവേഷൻസിൽ ഓഫ്ലൈൻ ആയിട്ട് കോച്ചിങ് ക്ലാസ്സിന് വന്നത്. ഇനി ലെറ്റ് 2025 ഓൾ കേരള സെക്കൻഡ് റാങ്ക് വാങ്ങിയത് മുഹമ്മദ് ഫായിസ് മഞ്ചേരി ഇന്നോവേഷൻസിൽ ഓഫ്ലൈൻ ക്ലാസ്സിന് വന്നിരുന്ന സ്റ്റുഡന്റ് ആണ്. മുഹമ്മദ് ഫായിസിന്റെ ബ്രാഞ്ചും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മുഹമ്മദ് ഫായിസ് പഠിച്ച പോളിടെക്നിക് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മഞ്ചേരി. മുഹമ്മദ് ഫായിസും പോളി ഫൈനൽ ഇയർ പഠിക്കുന്ന ഇതിന്റെ കൂടെ തന്നെയാണ് മഞ്ചേരി ഇന്നോവേഷൻസിൽ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സിന് വന്നിരുന്നത്. ഇനി KTU BTech ലെറ്റ് 2025 ഓൾ കേരള തേർഡ് റാങ്ക് വാങ്ങിയത് ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ ആയിട്ട് പഠിച്ച ലയയുടെ ബ്രാഞ്ച് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ലയ പഠിച്ച പോളിടെക്നിക് കോളേജ് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ KGPTC കേരള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്. അപ്പോൾ KTU BTech ലെറ്റ് 2025 റിസൾട്ട് വന്നപ്പോൾ ആദ്യത്തെ 3-ൽ 3 പേരും ആദ്യ 10-ൽ 9 പേരും ഇന്നോവേഷൻസിലെ വിദ്യാർത്ഥികളാണ്. ഇനി ബാക്കി റിസൾട്ടുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ റിസൾട്ട് വന്നു. ഇനി നിങ്ങൾ അടുത്ത് ചെയ്യാനുള്ളത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ 9 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളും 3 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളും 25ഓളം ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളും 120ഓളം പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുമാണ് ഉള്ളത്. ഈ കോളേജുകളിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് വരുന്നത് 9725 ആണ്. ഇത് ഓരോ വർഷത്തെയും ട്യൂഷൻ ഫീസാണ്. നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഈ ഫീസിന്റെ കൂടെ കോഷൻ ഡെപ്പോസിറ്റ്, ലൈബ്രറി ഫീസ്, യൂണിവേഴ്സിറ്റി ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഫീസും കൂടെ എക്സ്ട്രാ വരും. അങ്ങനെ നമ്മൾ ഗവൺമെന്റ് കോളേജ് ആണെങ്കിലും എയ്ഡഡ് കോളേജ് ആണെങ്കിലും അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഏകദേശം ഒരു 18,000 മുതൽ 25,000 വരെ നമ്മൾ ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഓരോ വർഷവും ഈ ഒരു ഫീസാണ് നമുക്ക് വരുന്നത്. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ ഫീസും കൂടെ വരും. ഇനി ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. IHRDയുടെ അണ്ടറിലുള്ള കോളേജുകൾ, KEIPന്റെ അണ്ടറിലുള്ള കോളേജുകൾ. അപ്പൊ ഇങ്ങനത്തെ കോളേജുകളിൽ 50% സീറ്റ് മെറിറ്റ് സീറ്റും 50% സീറ്റ് മാനേജ്മെന്റ് സീറ്റും. അപ്പൊ ഇവിടെ മെറിറ്റ് സീറ്റിൽ ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് വരുന്നത് 35,000 ആണ്. മാനേജ്മെന്റ് സീറ്റിൽ ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് വരുന്നത് 65,000 ആണ്. അപ്പൊ ഇവിടെയും നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി എക്സ്ട്രാ ഫീസും കൂടെ കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് പിന്നെ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകൾ എടുത്താൽ അവിടുത്തെ ഫീസ് എന്ന് പറയുമ്പോൾ പല കോളേജിലും പല ഫീസാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങളത് ജസ്റ്റ് ഒന്ന് കോളേജിൽ വിളിച്ചു ചോദിച്ചാൽ അവർ കറക്റ്റ് പറഞ്ഞുതരും. ഇനി ഈ കോളേജുകളിലൊക്കെ നമുക്ക് റിസർവേഷൻ ഉണ്ട്. ഇപ്പൊ സീറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കീമിനൊക്കെ ഉള്ളത് പോലെ തന്നെ ലെറ്റ് സ്റ്റുഡൻസിന്റെ സീറ്റിൽ എന്തുണ്ട്, റിസർവേഷൻ ഉണ്ട്. ഇതിൽ 50% സീറ്റ് സ്റ്റേറ്റ് മെറിറ്റും 50% സീറ്റ് റിസർവേഷൻ ആണ്. അപ്പൊ ഈ 50% റിസർവേഷൻ എന്ന് പറയുമ്പോൾ അതിൽ 10% EWS ആണ്. പിന്നെ 30% SC BC അല്ലെങ്കിൽ OBC ആണ്. പിന്നെ 10% SC ST. ഓക്കെ. ഇനി നമുക്ക് ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഓരോ ബ്രാഞ്ചിനും അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗിന് നമുക്ക് ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അപ്പോൾ ഇവിടെ ടോട്ടൽ 12 കോളേജ് വരും. 9 ഗവൺമെന്റ് കോളേജ്, 3 എയ്ഡഡ് കോളേജും. അപ്പോൾ ടോട്ടൽ നമുക്ക് സിവിലിന് 84 സീറ്റാണ്. അപ്പോൾ ഇതിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം നമ്മൾ CET എന്ന് പറയുമ്പോൾ അവിടെ 12 സീറ്റാണ് സിവിലിനുള്ളത്. പിന്നെ TKM എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലം, അവിടെ സിവിലിന് 10 സീറ്റ്. തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിൽ സിവിലിന് വരുന്നത് 12 സീറ്റാണ്. പിന്നെ MA കോളേജ് കോതമംഗലം, ഇവിടെ സിവിലിന് 10 സീറ്റ്. NSS എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട് 10 സീറ്റ്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗവൺമെന്റ് കോളേജാണ്. ഗവൺമെന്റ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം, സിവിലിന് 6 സീറ്റ്. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് സിവിലിന് 6 സീറ്റ്. പാലക്കാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം, അവിടെ 6 സീറ്റ്. പിന്നെ കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെ സിവിലിന് 6 സീറ്റ്. പിന്നെ TRV എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള മറ്റൊരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് ട്രിവാൻഡ്രം ബാർട്ടൺ ഹില്ലിൽ, അവിടെ 6 സീറ്റ്. പിന്നെ വയനാടും ഇടുക്കിയിലും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി, ഇവിടെ സിവിലിന് സീറ്റില്ല. അപ്പൊ ഇങ്ങനെയാണ് സിവിലിന്
ലെറ്റ് സ്റ്റുഡൻസിന് അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകൾ വരുന്നത്. അപ്പോൾ ഇതിൽ TKM എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലം, MA കോളേജ് കോതമംഗലം, NSS എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട്, ഇത് മൂന്നാണ് എയ്ഡഡ് കോളേജുകൾ വരുന്നത്. ബാക്കിയൊക്കെ പ്യുവർ ഗവൺമെന്റ് ആണ്. ഇനി ഇവിടെ ഫസ്റ്റ് ഇയറിൽ വേക്കന്റ് ആയി കിടക്കുന്ന സീറ്റുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് വരും. ഇപ്പോൾ ഇത് പിന്നെ ലെറ്റ് സ്റ്റുഡൻസിന് മാത്രം റിസർവ് ചെയ്ത സീറ്റാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ CET-യിൽ സിവിലിന് 12 സീറ്റ് എന്ന് പറയുമ്പോൾ 2 ബാച്ച് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ബാച്ചിൽ 2-3 സീറ്റ് വേക്കന്റ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ കൂടെ ആടാം. അപ്പോൾ എല്ലാ കോളേജിലും അതേപോലെ തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോപ്പ് കോളേജുകളിലൊന്നും അങ്ങനെ ഫസ്റ്റ് ഇയറിൽ സീറ്റ് വേക്കന്റ് ആയി കിടക്കില്ല. അഥവാ വേക്കന്റ് ആയി കിടക്കുകയാണെങ്കിൽ 1-2 സീറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിന്റെ കൂടെ ആടാവും. ഈ 84 ചിലപ്പോൾ 90-95 വരെയൊക്കെ വരാം. അപ്പൊ ഇവിടെ CET-യിൽ സിവിലിന് ടോട്ടൽ 84 സീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ 84 സീറ്റില് 50%, പകുതി സീറ്റ് സ്റ്റേറ്റ് മെറിറ്റും പകുതി സീറ്റ് റിസർവേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അത് നമുക്ക് കീമിനൊക്കെ ഉള്ള പോലെ തന്നെ ലെറ്റിന് റിസർവേഷൻ ഉണ്ട്. ടോട്ടൽ സീറ്റിന് 50% സ്റ്റേറ്റ് മെറിറ്റും 50% റിസർവേഷൻ ആണ്. 50% എന്ന് പറയുമ്പോൾ അതിൽ EWS 10%, 30% OBC അല്ലെങ്കിൽ SC/BC, പിന്നെ 10% SC ST. അപ്പൊ ഇവിടെ CET-യിൽ 12 സീറ്റ് എടുത്താൽ അതിൽ 6 സീറ്റ് സ്റ്റേറ്റ് മെറിറ്റും 6 സീറ്റ് റിസർവേഷൻ ആണ്. അതേപോലെ TKM-ൽ 10 സീറ്റ് എടുത്താൽ 5 സീറ്റ് സ്റ്റേറ്റ് മെറിറ്റും 5 സീറ്റ് റിസർവേഷൻ ആണ്. അതേപോലെ തൃശ്ശൂർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ 6 സീറ്റ് സ്റ്റേറ്റ് മെറിറ്റും 6 സീറ്റ് റിസർവേഷൻ ആണ്. അപ്പോൾ ഈ റിസർവേഷൻ കാറ്റഗറി ഇപ്പോൾ നമ്മൾ പറഞ്ഞു EWS, SC, ST, OBC-യിൽ 9-10 കാറ്റഗറി ഉണ്ട്. അപ്പോൾ 15ഓളം കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കോഴ്സിന് കിട്ടില്ല. അപ്പോൾ CET-യിൽ ഇപ്പോൾ 6 ഇപ്പോൾ ഒരു 6 കാറ്റഗറി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് TKM-ലാവും, ബാക്കി തൃശ്ശൂരാവും. അത് നമ്മൾ ഓരോ വർഷത്തെയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയാ, എല്ലാ പിന്നെ കാറ്റഗറിക്കും എല്ലാ കോളേജിലും റിസർവേഷൻ ഉണ്ടാവില്ല. അതിങ്ങനെ പല കോളേജിലും പല കാറ്റഗറിക്കായിട്ടാണ് വരിക. അതിനുള്ള കാരണം സീറ്റുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണ്. നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. BTech ഫസ്റ്റ് ഇയറിൽ 60 സീറ്റാണ്. അപ്പോൾ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 30 സീറ്റിൽ റിസർവേഷൻ ഉണ്ട്. അപ്പോൾ 30 സീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എല്ലാ കാറ്റഗറിക്കാരും ഉൾപ്പെടുത്താൻ പറ്റും. ഇവിടെ നമുക്ക് 6 സീറ്റ്, 5 സീറ്റ്, 3 സീറ്റൊക്കെയാണ് റിസർവേഷന് വരുന്നത്. അപ്പോൾ എല്ലാവരും ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അത് ഓക്കെ. ഇനി ഞാനിവിടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കഴിഞ്ഞ വർഷം എടുത്ത ഓരോ കോളേജിലെയും ആ ഒരു റിസർവേഷന്റെ ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ സിവിലിന്റെ സീറ്റ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ. ഇനി അടുത്ത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത് 101 സീറ്റാണ്. ഇപ്പോൾ CET-യിൽ 12 സീറ്റ്, TKM-ൽ 15 സീറ്റ്, തൃശ്ശൂരിൽ 12 സീറ്റ്, MA കോളേജിൽ 10 സീറ്റ്, NSS-ൽ 10 സീറ്റ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 6 സീറ്റ്, കണ്ണൂർ ഗവൺമെന്റ് കോളേജ് 6 സീറ്റ്, പാലക്കാട് ഗവൺമെന്റ് കോളേജ് 6 സീറ്റ്, കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് 6 സീറ്റ്, പിന്നെ ബാർട്ടൺ ഹില്ലിലെ ഗവൺമെന്റ് കോളേജ് 6 സീറ്റ്, വയനാട് 6 സീറ്റ്, ഇടുക്കി 6 സീറ്റ്. ഇങ്ങനെയാണ് മെക്കാനിക്കലിന് അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകൾ. ഇനി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ നമുക്ക് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത് 90 സീറ്റാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം CET-യിൽ 12 സീറ്റ്, TKM-ൽ 10 സീറ്റ്. ഈ CET എന്നുള്ളത് നമ്മൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എന്ന് ഷോർട്ടായിട്ട് പറയുന്നത് കേട്ടോ. കോളേജ് കോഡ് അതല്ല, നിങ്ങളിവിടെ നോക്കിയാൽ കാണാം TBE എന്നാണ്. കോളേജ് കോഡ് TBE എന്നാണ്. അപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ ഇലക്ട്രിക്കലിൽ CET-യിൽ 12 സീറ്റ്, TKM-ൽ 10 സീറ്റ്, തൃശ്ശൂരിൽ 12 സീറ്റ്, MA കോളേജിൽ 10 സീറ്റ്, NSS-ൽ 10 സീറ്റ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം 6 സീറ്റ്, കണ്ണൂർ 6 സീറ്റ്, പാലക്കാട് 6 സീറ്റ്, കോഴിക്കോട് ഇലക്ട്രിക്കൽ ഇല്ല, പിന്നെ ബാർട്ടൺ ഹിൽ 6 സീറ്റ്, വയനാട് 6 സീറ്റ്, ഇടുക്കിയിൽ 6 സീറ്റ്. ഇങ്ങനെ 90 സീറ്റാണ് ഇലക്ട്രിക്കലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ CET-യിൽ 6 സീറ്റ്, പിന്നെ TKM-ൽ 10 സീറ്റ്, തൃശ്ശൂരിൽ 6 സീറ്റ്, MA കോളേജിൽ 10 സീറ്റ്, NSS-ൽ 10 സീറ്റ്, കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ 6 സീറ്റ്, കണ്ണൂർ 9 സീറ്റ് ഉണ്ട് ഇലക്ട്രോണിക്സിന്, പിന്നെ പാലക്കാട് 6 സീറ്റ്, കോഴിക്കോട് 6 സീറ്റ്, ബാർട്ടൺ ഹില്ലിൽ 6 സീറ്റ്, വയനാട് 12 സീറ്റ്, ഇടുക്കിയിൽ 6 സീറ്റ്. ഈ വർഷം CET-യിൽ ഇലക്ട്രോണിക്സിന്റെ ഒരു പുതിയ ബാച്ച് വന്നിട്ടുണ്ട്. ഈ വർഷമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലെറ്റ് 2026 അടുത്ത വർഷത്തെ സ്റ്റുഡൻസിന് ഈ CET-യിൽ 6 സീറ്റ് എന്നുള്ളത് 12 ആയിട്ട് മാറും. അതേപോലെ തൃശ്ശൂരും പുതിയൊരു ബാച്ച് ഈ വർഷം ഇലക്ട്രോണിക്സിന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത വർഷം 12 സീറ്റായിട്ട് മാറും. കാരണം ഈ വർഷം വന്നാൽ അത് പിന്നെ അവർ സെക്കൻഡ് ഇയർ ആണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷമാണ്. അപ്പോൾ ഈ വർഷം നമുക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 93 സീറ്റേ ഉള്ളൂ. ഇനി കമ്പ്യൂട്ടർ സയൻസിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ടോട്ടൽ 68 സീറ്റാണ്. CET-യിൽ 12 സീറ്റ്, TKM-ൽ 10 സീറ്റ്, തൃശ്ശൂരിൽ 6 സീറ്റ്, MA കോളേജിൽ 5 സീറ്റ്, NSS-ൽ 5 സീറ്റ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ 6 സീറ്റ്, കണ്ണൂർ 6 സീറ്റ്, പാലക്കാട് ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ 6 സീറ്റ്, കോഴിക്കോടും ബാർട്ടൺ ഹില്ലിലും കമ്പ്യൂട്ടർ സയൻസ് ഇല്ല, വയനാട് 6 സീറ്റ്, ഇടുക്കി 6 സീറ്റ്. അപ്പോൾ 68 സീറ്റ്. ഇനി ഈ വർഷം നമ്മൾ ഫസ്റ്റ് ഇയർ എടുത്തു കഴിഞ്ഞാൽ NSS-ൽ പുതിയൊരു ബാച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം അവിടെയും നമുക്ക് കമ്പ്യൂട്ടർ സയൻസിന് പുതിയ ബാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം അത് ലെറ്റ് 2026 സ്റ്റുഡൻസിന് 2 പിന്നെ കോളേജുകളും കൂടെ കമ്പ്യൂട്ടർ സയൻസ് എക്സ്ട്രാ ബാച്ചുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സീറ്റുകളും കൂടെ കിട്ടും. ഈ വർഷം നമുക്ക് ടോട്ടൽ 68 സീറ്റാണ്.
ഇനി ഇവിടെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, അതേപോലെ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഉണ്ട്. അത് 3 കോളേജിലാണുള്ളത്. അത് പിന്നെ CET 6 സീറ്റ്, NSS 5 സീറ്റ്, കോഴിക്കോട് 6 സീറ്റ്, അങ്ങനെ 17 സീറ്റ്. ഇനി കെമിക്കൽ എഞ്ചിനീയറിംഗ് എടുത്താൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് 3 കോളേജിലാണുള്ളത്. ടോട്ടൽ 17 സീറ്റ്. അതിൽ TCAM-ൽ 5 സീറ്റ്, തൃശ്ശൂരിൽ 6 സീറ്റ്, കോഴിക്കോട് 6 സീറ്റ്. ഇപ്പൊ കെമിക്കൽ എഞ്ചിനീയറിംഗിനും ഈ വർഷം തൃശ്ശൂർ ഒരു ബാച്ചും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത വർഷം ലെറ്റ് ചെയ്യുന്നവർക്ക് തൃശ്ശൂർ 12 സീറ്റ് ഉണ്ടാവും. ഇപ്രാവശ്യം നമുക്ക് 6 സീറ്റേ ഉള്ളൂ. ഇനി ഇൻഫർമേഷൻ ടെക്നോളജി IT 3 കോളേജിലാണ് വരുന്നത്. പാലക്കാട് ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ 6 സീറ്റ്, ബാർട്ടൺ ഹില്ലിൽ 6 സീറ്റ്, ഇടുക്കിയിൽ 6 സീറ്റ്, അങ്ങനെ ടോട്ടൽ 18 സീറ്റ്. ഇനി നമുക്ക് പിന്നെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിലാണ് വരുന്നത്. തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിന് 6 സീറ്റ്. പിന്നെ അടുത്തത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് CET-ൽ മാത്രമേ ഉള്ളൂ, അവിടെ 6 സീറ്റ്. പിന്നെ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് നമുക്ക് വരുന്നത് കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ്. അവിടെ 3 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് അത് MA കോളേജിലാണ് വരുന്നത്. അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 5 സീറ്റാണ്. പിന്നെ നമുക്ക് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്, പുതിയ കോഴ്സാണ്. അത് നമുക്ക് TCAM-ലാണ് വരുന്നത്. അവിടെ നമുക്ക് 5 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. കോഴിക്കോട് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇല്ല എന്ന് പറഞ്ഞു. അവിടെ അതിന് പകരം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞ കോഴ്സ് കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്, 6 സീറ്റാണ്. ഇനി പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡാറ്റ സയൻസ് പറഞ്ഞൊരു കോഴ്സ് MA കോളേജിലുണ്ട്, അവിടെ 5 സീറ്റാണുള്ളത്. പിന്നെ വയനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ ആൻഡ് എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്, 3 സീറ്റാണ് അതിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും സീറ്റുകളാണ് ഈ വർഷത്തെ ലെറ്റ് സ്റ്റുഡൻസിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ഇയറിലെ സീറ്റിന്റെ 10% അവൈലബിൾ ആയിട്ടുള്ളത്, പ്ലസ് ഫസ്റ്റ് ഇയറിൽ വരുന്ന പിന്നെ വേക്കൻസി ഫില്ലാവാത്ത സീറ്റുകളും കൂടെ ലെറ്റ് സ്റ്റുഡൻസിന് കിട്ടും. ഇനി ഈ വർഷം നമുക്ക് പിന്നെ 3 കോളേജിൽ പുതിയ കോഴ്സുകൾ വന്നിട്ടുണ്ട്. അത് പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇലക്ട്രോണിക്സ് 2 സ്ഥലത്ത് പിന്നെ പുതിയ ബാച്ച് വന്നിട്ടുണ്ട്, അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് വന്നിട്ടുണ്ട്. അതിന് പുറമെ 3 പുതിയ കോഴ്സുകൾ ഈ വർഷം. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന അടുത്ത വർഷം ലെറ്റ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് അത് ഉണ്ടാവും. അപ്പൊ അവർക്ക് പിന്നെ CET-ൽ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒരു ബാച്ച് വന്നിട്ടുണ്ട്, 6 സീറ്റ് ഉണ്ടാവും. പിന്നെ തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിൽ സൈബർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് വന്നിട്ടുണ്ട്, അപ്പൊ അതും 6 സീറ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ NSS-ൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ കോഴ്സ് വന്നിട്ടുണ്ട്, അതിനും ഒരു ബാച്ച് ഉണ്ട്. അപ്പൊ അതിന്റെ സീറ്റും ഉണ്ടാവും, അത് അടുത്ത വർഷത്തെ സ്റ്റുഡൻസിന്. അപ്പൊ ഇവിടെ ഞാൻ കാണിച്ചത് ഈ വർഷത്തെ സീറ്റുകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഓരോ കോളേജിലും അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകൾ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കോളേജുകൾ ഒന്ന് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ അതിൽ നമുക്ക് റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ടോപ്പ് ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പൊ ഇതിൽ കേരളത്തിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, CET ആണ്. അപ്പൊ എല്ലാ വർഷവും അത് 1-ാം സ്ഥാനത്താണ്, പ്ലേസ്മെന്റ് ആണെങ്കിലും റിസൾട്ട് ആണെങ്കിലും ഒക്കെ. പിന്നെ 2-ാം സ്ഥാനത്തുള്ളത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, 3-ാം സ്ഥാനത്തുള്ളത് TKM എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലം. ചില വർഷം റിസൾട്ട് ഒക്കെ വരുമ്പോൾ TKM സെക്കൻഡിലേക്ക് പോകും, തൃശ്ശൂർ തേർഡിലേക്ക് വരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. പക്ഷെ 1, 2, 3 3 കോളേജ് ആയിരിക്കും. 1 എപ്പോഴും CET ആയിരിക്കും, സെക്കൻഡ് തൃശ്ശൂർ, തേർഡ് TKM, അല്ലെങ്കിൽ തിരിച്ചും വരും, സെക്കൻഡ് TKM, തേർഡ് തൃശ്ശൂർ, ഇങ്ങനെ വരാറുണ്ട്. പിന്നെ MA കോളേജ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ബാർട്ടൺ ഹിൽ, അവിടെയും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വേരിയേഷൻസ് വരാറുണ്ട് റിസൾട്ട് വരുമ്പോഴും ഓരോ വർഷത്തെ പ്ലേസ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലിസ്റ്റ് ഒന്നില്ലെങ്കിൽ ഇതേപോലെ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ദൂരമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചില സ്റ്റുഡൻസ് വീടിന്റെ അടുത്ത് ഇന്ന കോളേജ് ഉണ്ട്, അപ്പോൾ ഞാൻ ഫസ്റ്റ് അവിടെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മുകളിലോട്ട് പ്ലേസ് ചെയ്യും. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയും നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ CET തന്നെ കൊടുക്കണം എന്നാണ്. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങൾ അപ്പൊ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടോപ്പ് കോളേജുകൾ ആദ്യം പ്ലേസ് ചെയ്യുക, CET, തൃശ്ശൂർ, TKM. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ദൂരം നോക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ ഡിസ്കസ് ചെയ്തിട്ട് വേണമെങ്കിൽ ആ ഒരു ഓർഡറിൽ ചെറിയ അറേഞ്ച്മെന്റുകൾ വേണമെങ്കിൽ കൊണ്ടുവരാം. എപ്പോഴും ടോപ്പ് കോളേജുകൾ തന്നെ ആദ്യം കൊടുക്കാൻ നോക്കാം. പിന്നെ അതേപോലെ ബ്രാഞ്ച് വേണമെങ്കിൽ മാറാം. നമുക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് ഡിപ്ലോമ ലെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് BTech ഏത് ബ്രാഞ്ചിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പണ്ട് അങ്ങനെ പറ്റില്ലായിരുന്നു. പണ്ട് നിങ്ങൾ ഡിപ്ലോമയ്ക്ക് സിവിൽ ആണെങ്കിൽ BTechന് സിവിൽ, ഡിപ്ലോമയ്ക്ക് ഇലക്ട്രിക്കൽ ആണെങ്കിൽ BTechന് ഇലക്ട്രിക്കൽ, അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചിലോട്ടും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തെ അലോട്ട്മെന്റ് ലിസ്റ്റ് ഒക്കെ എടുത്താൽ മെജോറിറ്റി സ്റ്റുഡൻസും ബ്രാഞ്ച് ഒന്നും മാറിയിട്ടില്ല, വേണമെങ്കിൽ മാറാം. ഇപ്പോൾ ബ്രാഞ്ച് മാറാത്ത എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി സ്റ്റുഡൻസും റിസ്ക് എടുക്കുന്നില്ല. അവർ സിവിൽ, ഡിപ്ലോമയ്ക്ക് സിവിൽ ആണെങ്കിൽ BTechന് സിവിൽ തന്നെ ആയിക്കോട്ടെ, പഠിക്കാൻ എളുപ്പമായിരിക്കും. ഡിപ്ലോമയ്ക്ക് ഇലക്ട്രിക്കൽ ആണെങ്കിൽ BTechന് ഇലക്ട്രിക്കൽ. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡിപ്ലോമയ്ക്ക് പഠിച്ച പേപ്പേഴ്സ് തന്നെയാണ് BTechന് വരിക, അപ്പോൾ ഒന്നും കൂടെ ഈസി ആയിട്ട് പഠിക്കാം. പിന്നെ അതിൽ കുറച്ചും കൂടെ ഡെപ്തിൽ കാര്യങ്ങളുണ്ടാവും, കുറച്ചും കൂടെ മാത്സ് ഒക്കെ വരും. ബ്രാഞ്ച് മാറുമ്പോൾ നിങ്ങൾ പുതിയൊരു ബ്രാഞ്ച് പഠിച്ച് തുടങ്ങണം. പക്ഷെ ബ്രാഞ്ച് മാറുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. കാരണം ഇപ്പോൾ
നമ്മൾ ഒരു കോളേജ് ഇപ്പോൾ CET-യിൽ ഇന്ന ബ്രാഞ്ചിന് 100% പ്ലേസ്മെന്റ് ആണ്. നിങ്ങൾ ഡിപ്ലോമക്ക് പഠിച്ച ബ്രാഞ്ചിനല്ല, വേറൊരു ബ്രാഞ്ചിനാണ് ഇവിടെ 100% പ്ലേസ്മെന്റ്. അപ്പോൾ നിങ്ങൾ ആ ബ്രാഞ്ച് പഠിച്ചാൽ ജോബ് ഷുവർ ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ബ്രാഞ്ച് മാറുന്നതിനെ കുറിച്ച് ആലോചിക്കാം. കാരണം നിങ്ങളെ കൂടെയുള്ള സ്റ്റുഡൻസ് ഇപ്പോൾ ബിടെക് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയറിൽ എന്താണ് കോമൺ പേപ്പേഴ്സ്, നമ്മൾ ബിടെക്കിന്റെ ലെറ്റിന്റെ സിലബസ് ആണ്, അവർ അതൊന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് പേപ്പേഴ്സാണ് പഠിക്കുന്നത്. അവർ സെക്കൻഡ് ഇയർ മുതലാണ് അവർ ബ്രാഞ്ച് പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ അവർ സെക്കൻഡ് ഇയറിലോട്ടാണല്ലോ ചെല്ലുന്നത്, നിങ്ങൾ അവരെ കൂടെ ആ ബ്രാഞ്ച് പഠിച്ചു തുടങ്ങിയാൽ മതി. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ബ്രാഞ്ച് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നിങ്ങളെ കൂടെയുള്ള മെജോറിറ്റി സ്റ്റുഡൻസും അല്ലെ 60ഓളം സ്റ്റുഡൻസ് അവർ സെക്കൻഡ് ഇയർ മുതലാണ് ആ ബ്രാഞ്ചിന്റെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിൽ എന്താ അവർ പഠിക്കുന്നത്? ബേസിക്സ് ആണ് പഠിക്കുന്നത്. നിങ്ങൾ ലെറ്റിന് ഇവിടെ പഠിച്ച ലെറ്റ് കോച്ചിങ്ങിന് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുകൾ തന്നെയാണ് അവർ ബിടെക് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. അവർ സെക്കൻഡ് ഇയർ മുതലാണ് ബ്രാഞ്ചിലോട്ട് കിടക്കുന്നത്. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ ബ്രാഞ്ച് മാറാം. അപ്പം അതും കൂടെ ഒന്ന് നിങ്ങൾ ആലോചിക്കുക. അതായത് നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കോളേജിൽ നല്ല പ്ലേസ്മെന്റ് ഉള്ള ബ്രാഞ്ചിലോട്ട് അപ്ലൈ ചെയ്താൽ എന്തായാലും കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ബ്രാഞ്ച് മാറുന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഇനി LBSന്റെ വെബ്സൈറ്റിൽ ഇതിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്ക് വരും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒരു വീഡിയോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഓരോ കോളേജിലും ഓരോ ബ്രാഞ്ചിനും വന്ന ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കൂടെ നോക്കാം. ഓക്കെ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET-യിൽ കഴിഞ്ഞ വർഷം സിവിൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയ സ്റ്റുഡൻസിന്റെ റാങ്ക് ഡീറ്റെയിൽസ് എടുത്താൽ ഇതിൽ ഫസ്റ്റ് അഡ്മിഷൻ കിട്ടിയത് ഫാദിൽ PT ആണ്. ഇന്നോവേഷൻസിൽ പഠിച്ച സ്റ്റുഡൻ്റ് ആണ് 2024. അപ്പോൾ അവൻ്റെ റാങ്ക് 12 അവനായിരുന്നു സിവിലിൽ ആദ്യം വന്ന സ്റ്റുഡൻറ്റ്. അവൻ്റെ പിന്നെ ബ്രാഞ്ച് ഒന്നും വേറെ നോക്കിയില്ല, സിവിൽ തന്നെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഫാദിൽ PTക്ക് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു കോളേജിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം സ്റ്റേറ്റ് മെറിറ്റിൽ സീറ്റ് ഉണ്ടോ നോക്കും, എന്നിട്ട് റിസർവേഷനിലോട്ട് വരുള്ളൂ. അപ്പോൾ നല്ല റാങ്ക് ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് സീറ്റ് കിട്ടുക. ഇനി ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് എടുത്തത് മുഹമ്മദ് ജാബിനാണ്, 64 റാങ്ക്. അപ്പോൾ ഈ വർഷം ഇതേപോലെ ആവണമെന്നില്ല, ഇതിന് വ്യത്യാസം വരും. ഇപ്പോൾ 2023 സിവിലില് സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് എടുത്ത റാങ്ക് 42. അത് നമ്മളിപ്പോൾ ഓരോ വർഷവും ആദ്യത്തെ 10, ആദ്യത്തെ 50, ആദ്യത്തെ 100 ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൽ വരുന്ന ഓരോ ബ്രാഞ്ചിലെയും സ്റ്റുഡൻസിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ആദ്യത്തെ 10 അല്ലെങ്കിൽ ആദ്യത്തെ 50 എത്ര സിവിൽ സ്റ്റുഡൻസ് ഉണ്ടോ അതേപോലെ ആയിരിക്കില്ല ഈ വർഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കറക്റ്റ് നമുക്കിത് പറയാൻ പറ്റില്ല. ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിത് കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ബ്രാഞ്ച് വൈസ് റാങ്ക് നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മുടെ റാങ്കിന്റെ മുകളിൽ എത്ര സിവിലാരുണ്ട് അല്ലെങ്കിൽ എത്ര അതർ ബ്രാഞ്ചുകാരുണ്ട്, പിന്നെ ആർക്കും ഏത് ബ്രാഞ്ചിലോട്ട് കൊടുക്കാനും പറ്റും അല്ലെ. അപ്പോൾ നമുക്കത് ഏകദേശം ഐഡിയ ഉണ്ടാക്കി വെക്കാം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നല്ല നല്ല കോളേജുകൾ തന്നെ ആദ്യം പ്ലേസ് ചെയ്യുക. റാങ്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നല്ല കോളേജ് കൊടുക്കാതിരിക്കരുത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ കോളേജിലും ചെക്ക് ചെയ്ത് വരുമ്പോൾ താഴോട്ട് വന്നോളും. അപ്പോൾ എല്ലാവരും നല്ല കോളേജുകൾ തന്നെ ആദ്യം ഓപ്ഷൻ കൊടുക്കുക. ഇനി CET-യിൽ കഴിഞ്ഞ പ്രാവശ്യം സിവിൽ എഞ്ചിനീയറിംഗിന് റിസർവേഷനിൽ പോയ സീറ്റുകൾ എന്ന് പറയുമ്പോൾ അതിൽ MU-ൽ 72 റാങ്ക്, EWS 2 സീറ്റ് ഉണ്ട് 78ഉം 182ഉം. ഇനി EZ 81, SC 1263, PD 2423. ഇനി CET-യിൽ കമ്പ്യൂട്ടർ സയൻസിന് എടുത്ത സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണിത്. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് എടുത്ത റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18. ലെറ്റ് 2024. ഇനി ലെറ്റ് 2023 വരികയാണെങ്കിൽ CET-യിൽ കമ്പ്യൂട്ടർ സയൻസിന് ലാസ്റ്റ് എടുത്ത സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ 39 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് കറക്റ്റ് നമുക്ക് ഇത് വെച്ചിട്ട് ഇപ്രാവശ്യത്ത് പറയാൻ പറ്റില്ല. ഇനി റിസർവേഷൻ EWS 19, EZ 24, EWS 2 സീറ്റ് എടുത്തിട്ടുണ്ട് 29, MU 38, XS 162, SC 291. ഇനി CET-യിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് അഡ്മിഷൻ കിട്ടിയ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണിത്. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് അഡ്മിഷൻ ചെയ്തത് ഫാരിസ് ആണ്. ഫാരിസിന്റെ റാങ്ക് 15 ആണ്. പിന്നെ റിസർവേഷൻ കാറ്റഗറിയുടെ റാങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതേപോലെ ഓരോ ബ്രാഞ്ചിനും കഴിഞ്ഞ പ്രാവശ്യം എടുത്ത സ്റ്റുഡൻസിന്റെ റാങ്ക് ഡീറ്റെയിൽസ് ഉള്ള PDF നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് ഇനി ഓരോന്നായിട്ട് പറയുന്നില്ല, ഈ വീഡിയോയുടെ ലെങ്ത് അങ്ങനെ നീണ്ടു പോകുമ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ ആ കോഴ്സിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, സ്റ്റേറ്റ് മെറിറ്റും പിന്നെ നിങ്ങളെ റിസർവേഷനും കൂടെ നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കത് കറക്റ്റ് പറയാൻ പറ്റില്ല, ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. കാരണം നമുക്കറിയില്ല ഇപ്രാവശ്യം ആദ്യത്തെ 100-ൽ എത്ര ഇന്ന ബ്രാഞ്ചുകാരുണ്ട്, ഇനി ആരൊക്കെയാണ് ബ്രാഞ്ച് മാറുന്നതെന്നും നമുക്കറിയില്ല. അപ്പോൾ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്ക് LBSന്റെ വെബ്സൈറ്റിൽ ഉടനെ വരും.
അപ്പോൾ അത് വന്നതിന് ശേഷം ഞാനൊരു വീഡിയോ കൂടെ ചെയ്യേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നോവേഷൻസിൽ KTU BTech-LET 2026, QSAT BTech-LET 2026 ഇതിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ വരുന്നത് കാലിക്കറ്റ്, മഞ്ചേരി, തിരൂര്, കൊച്ചിയിൽ ഉടനെ സെൻറ്റർ ഓപ്പൺ ആവുന്നുണ്ട്. അതേപോലെ ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പിലൂടെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ലെറ്റ് 2026 പ്രിപ്പയർ ചെയ്യുന്ന പോളിടെക്നിക് ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ ഉണ്ട്, ഇതിലൊന്ന് നിങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ കഴിഞ്ഞ വർഷവും നമുക്ക് ആദ്യത്തെ 10 9 പേരും ഇന്നോവേഷൻസിൽ പഠിച്ച സ്റ്റുഡൻസ് ആണ്. ആദ്യത്തെ 100 68 പേരും ഇന്നോവേഷൻസിലെ സ്റ്റുഡൻസ് ആണ്. ഈ വർഷത്തെ റിസൾട്ട് വന്നപ്പോഴും ആദ്യത്തെ 10 9 പേര് ഇന്നോവേഷൻസിലെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതിൽ ഓൺലൈനായിട്ട് പഠിച്ചവരുണ്ട്, ഓഫ്ലൈനായിട്ട് പഠിച്ചവരുണ്ട്. 15 വർഷമായിട്ട് നമ്മൾ ലെറ്റിൻ്റെ കോച്ചിങ് നടത്തുന്നുണ്ട്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സുമാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ KTU ലെറ്റിനും അതേപോലെ ക്യുസാറ്റ് ലെറ്റിനും കോച്ചിങ് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്രാവശ്യം ക്യുസാറ്റ് BTech-LET റിസൾട്ട് വന്നപ്പോഴും ടോപ്പ് റാങ്കേഴ്സ് എല്ലാം ഇന്നോവേഷൻസിൽ പഠിച്ചവരാണ്. അപ്പോൾ ക്യുസാറ്റിനും ഫസ്റ്റ് റാങ്ക് വാങ്ങിയത് നമ്മുടെ കാലിക്കറ്റ് ഇന്നോവേഷൻസിലെ ആദിൽ അഷ്റഫ് ആണ്. അപ്പോൾ KTU BTech-LET ആയിക്കോട്ടെ, ക്യുസാറ്റ് BTech-LET ആയിക്കോട്ടെ, നിങ്ങൾ നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ അഡ്മിഷൻ്റെ കാര്യങ്ങളും ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.